ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സൺഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണ്. ജാനുവരി 5th സൺഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. താങ്ക് യു. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്ന് കുറച്ച് പേര് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ചും സംസാരിക്കുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സത്യം എന്താണ് കുറച്ചും കൂടെ അനലൈസ് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് ചിന്തിച്ച് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സംസാരത്തിൻ്റെ ഇടയിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്, സത്യത്തിൻ്റെ ആ ഒരു എനർജിയിൽ നിൽക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയാണ്, ക്ഷമിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. പാസ്റ്റിലെ വിഷമങ്ങൾ, പാസ്റ്റിലെ എന്തെങ്കിലും എനർജിയിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ആ ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളിവിടെ ഏഞ്ചൽസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ആർക്കേഞ്ചൽസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സോറോയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് മെസ്സേജസ് നൽകുന്നതാണ്. അത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, സോറോ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും 3D റിയാലിറ്റിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ബ്യൂട്ടിഫുൾ. സണ്ണിൻ്റെ എനർജിയാണ്. നമ്പർ 19 വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് 19 വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സക്സസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്, ഒരു സക്സസ് ലഭിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ്റെ ഊർജ്ജമാണ്. ഒത്തിരി സൂര്യനായിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാദർ ഹീലിംഗ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ മാസ്കുലിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഹൊറോസ്കോപ്പിൻ്റെ, ജാതകത്തിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൺ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, സൂര്യൻ്റെ എനർജി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉപായങ്ങൾ തിരയുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ഹാപ്പിനെസ് കാണുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ എനർജിയും കാണുന്നുണ്ട്. 5 ഓഫ് സോഡ്സ് വന്നിട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും, ഇവിടെ പറഞ്ഞത് തന്നെയാണ്, ഈ ഒരു എനർജി റിട്ടേൺ ആയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡ്രാമയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുള്ളാകുക, ഒബ്സർവ് ചെയ്യുക, സിറ്റുവേഷൻ കുറച്ചും കൂടെ നിങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബാക്കിൽ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന തോട്ട്സ്, ഇമോഷൻസ് എന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക, എഗെയിൻ ഒബ്സർവ് ചെയ്യുക. അതിൽ നിന്നും വിസ്ഡം ഉൾക്കൊണ്ടിട്ട്, ജ്ഞാനം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഒത്തിരി ഇമോഷണൽ ഹീലിംഗ്, അതുപോലെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു ഹീലിംഗ് എനർജിയിലിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഫുൾഫിൽമെൻറ്റ്, ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകുക.
നിങ്ങളുടെ ഗെയിമിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് അതിൽ ഫോക്കസ് ചെയ്യുക. പാസ്റ്റ് മിസ്റ്റേക്സ്, പാസ്റ്റിലെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിസ്ഡം ഉൾക്കൊള്ളുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണ്. ജാനുവരി 5th സൺഡേയുടെ എനർജി എന്താണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. താങ്ക് യു. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. വൈസ് കൗൺസിലറിൻ്റെ എനർജി വരുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നിട്ടായിരിക്കാം, ഫയർ സൈൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മെസ്സേജസ്, എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലും പ്രൊജക്റ്റ്, നിങ്ങൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് മാറുന്ന ഒരു എനർജി, പ്രചോദനമായിട്ട് മാറുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒത്തിരി റിയലൈസേഷൻ്റെ എനർജിയാണ്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നൊരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രഡീഷനെ കുറിച്ചിട്ടായിരിക്കാം, പാരമ്പര്യത്തെക്കുറിച്ചിട്ടായിരിക്കാം, റിലീജിയനെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, ഒത്തിരി ലേൺ ചെയ്യുന്ന എനർജി. താൻ ഏത് ഗ്രൂപ്പിലാണ് ബിലോങ് ചെയ്യുന്നത്, എന്താണ് താൻ ലേൺ ചെയ്യേണ്ടത്, തൻ്റെ സോൾ പർപ്പസ് എന്താണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരി പേര് റിയലൈസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി വരുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ ഒത്തിരി അബണ്ടൻസിൻ്റെ എനർജിയാണ്. ഒത്തിരി ബ്ലെസ്സിങ് കടന്നു വരുന്നുണ്ട്. ഒത്തിരി പീസ്, സമാധാനത്തിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ, അഗെയിൻ മാറ്റങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. ഓപ്പർച്യൂണിറ്റി, അവസരം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പാത്ത്, ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആകുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേര് അതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. എഡ്യൂക്കേഷന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകാം. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അവരെ കുറച്ചും കൂടെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട്, അവർക്ക് കുറച്ചും കൂടെ നിങ്ങൾ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് പാഠങ്ങൾ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒത്തിരി ഹാപ്പി എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2 of Cupsൻ്റെ എനർജി, ബാക്കിൽ 8 of Cupsൻ്റെ എനർജി. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സ് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ലവ് റൊമാൻസ് ആയിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. നിങ്ങൾ എന്ത് എനർജിയാണ് ഷെയർ ചെയ്യുന്നത്, എന്തെല്ലാം ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്, കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവരിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളെ എംപവർ ചെയ്യുക. നിങ്ങളുടെ പാത്ത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുക. സോൾ സെർച്ചിങ്ങിൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ എന്തെങ്കിലും ഹീലിംഗ് ആയിരിക്കാം. പാസ്റ്റ് മെമ്മറീസിൽ എന്തെങ്കിലും ഹീലിംഗ് ആയിരിക്കാം. എഗെയിൻ കുട്ടികളുടെ എനർജിയാണ് വരുന്നത്. അവിടെ ഒത്തിരി പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കുറച്ചൊരു ആക്റ്റീവ് എനർജിയിലിരിക്കുന്നതും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് സൺഡേയുടെ എനർജി വന്നിട്ട്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക്
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.